ഹാപ്പി ആയിട്ടിരിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, ഞാൻ എങ്ങനെ ഹാപ്പി ആവുക? എൻ്റെ കയ്യിൽ ഞാൻ ആഗ്രഹിച്ച ഈ വീട്, അല്ലെങ്കിൽ ഈ ബന്ധം, ഈ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ കാറ്, അല്ലെങ്കിൽ എന്താണോ മെറ്റീരിയൽ തിങ്സ്, ഇതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ ഹാപ്പി ആവുക? ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഞാൻ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കൂ? അപ്പോൾ പറയും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയും. അപ്പോൾ പിന്നെയും ചോദിക്കുവാണ്, എനിക്ക് പറ്റണില്ല, എനിക്കിതില്ലല്ലോ എന്ന് ചോദിക്കുവാണ്. ഇതിൻ്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഈ വീട് അല്ലെങ്കിൽ ഈ കാറ് ഇതൊക്കെ വന്നാൽ അതിൻ്റെ എസെൻസ് എന്താണ്? നമുക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണല്ലോ. അതായത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വസ്തുക്കളെല്ലാം തന്നെ നമുക്ക് കൊണ്ടുതരുന്നത് സന്തോഷമാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നമുക്ക് വേണ്ട ഫീലിംഗ് എന്താണോ അത് നമ്മൾ ആ ഒരു വൈബ്രേഷനിൽ, ആ ഫീലിങ്ങിലായിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നമ്മളിലേക്ക് വരിക. അല്ലാതെ അത് കിട്ടുമ്പോഴല്ല നമ്മൾ ഹാപ്പി ആവേണ്ടത്. നമ്മൾ ആ ആഗ്രഹത്തിൻ്റെ വൈബ്രേഷനിലായിരിക്കുക, അതായത് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ പ്രോസ്പെറസ് ആയിട്ട്, അതായത് സമൃദ്ധമായിട്ട് അല്ലെങ്കിൽ സമൃദ്ധിയുള്ള ആളായിട്ട് നമുക്ക് സ്വയം തോന്നുമ്പോൾ ആ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറഞ്ഞ പോലെ കൂടുതൽ സമൃദ്ധി നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും കാലിയാക്കി ഇടരുതെന്ന് പറയും. അതായത് ഒരിക്കലും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ തുടങ്ങരുത്. എപ്പോഴും അതിൽ കുറച്ച് പൈസ ഇട്ടിട്ട്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും കുറച്ച് ക്യാഷ് വേണം. അത് എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് അറിയാമോ? ചിലരുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആയിട്ട് വലിക്കാവുന്ന അത്രയും വലിച്ചിട്ട് ഒന്നുമില്ലാണ്ടാണ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം. അതൊരിക്കലും ചെയ്യരുത്. കാരണം അതിൽ ലൈക്ക് അട്രാക്ട് ലൈക്കാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ, അതിൽ ഓൾറെഡി പൈസ ഉണ്ടെങ്കിലാണ് ആ സെയിം വൈബ്രേഷനുള്ള വസ്തുക്കളെ ആ അക്കൗണ്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അല്ല നിങ്ങളത് ആയിട്ട് മുഴുവൻ പൈസയും ഉപയോഗിച്ചത് ആയിട്ട് ഇടുമ്പോൾ എന്താ, ആ ലാക്ക് വൈബ്രേഷനാണ് ഫീൽ ചെയ്യണേ. നമ്മുടെ അമ്മമാർ പറയാറില്ലേ, അതായത് ഈ അരി ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ പല വ്യഞ്ജനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ കാലിയാവരുത്, അത് കാലിയാവണക്കുമ്പോൾ നിറക്കണം എന്ന് പറയണ കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചും അരിയിടുന്ന പാത്രത്തെ പറ്റിയാണ് ഞാൻ അങ്ങനെ കേട്ടേക്കുന്നത്. അപ്പോൾ അതെന്തോ അങ്ങനെ പറയണമെന്നറിയാവോ? അതായത് ഒരു ഐശ്വര്യം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആ ഒരു സമൃദ്ധി ഉണ്ടെങ്കിലാണ് കൂടുതൽ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയൽ തിങ്സൊക്കെ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഇപ്പോഴേ സന്തോഷമായിട്ടിരിക്കണം. ഇപ്പോഴേ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് കൂടുതൽ ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. നേരെ മറിച്ചല്ല, പലരും വിചാരിക്കുന്നത് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഹാപ്പി ആവുന്നതാണ്. അങ്ങനെയല്ല കേട്ടോ. സോ കീപ് ഗോയിങ്, ബി ഹാപ്പി. സ്മിത മാഹിനാണ്, യുവർ വെൽത്ത് മെൻറ്റർ ആൻഡ് ഹീലർ. താങ്ക് യു സോ മച്ച്.